ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് ചക്ക കിട്ടി. അപ്പോൾ അതിനെ ഞാൻ വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുപ്പിലോട്ട് വെച്ച് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് വേവിക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് തേങ്ങയും ഒരു പച്ചമുളകും കുറച്ച് ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് അരച്ചെടുത്താൽ അരപ്പും തയ്യാറാകും. പിന്നെ മീനിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ അരപ്പൊന്ന് ഇട്ട് കൊടുക്കുകയായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിളയ്ക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക വെന്ത് വന്നു. അതിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ എല്ലായിടത്തും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേ നമ്മുടെ അരപ്പൊക്കെ നമ്മുടെ ചക്കയിൽ പിടിക്കണം. എന്നാലേ നമ്മുടെ ചക്ക നന്നായിട്ട് വരികയുള്ളൂ. ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാനും റെഡിയായി, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കറി അടുപ്പത്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കും ഞാൻ ഒരു നല്ല വലിയ എരിവുള്ള മുളകാണ്, അത് ഞാൻ കുറച്ചായിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മാങ്ങയും മുരിങ്ങക്കയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ, മുരിങ്ങക്ക എല്ലാം ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 2 ക്യാരറ്റ് ഇരുന്ന് അതൊന്ന് അരിഞ്ഞ് മെഴുക്ക് പുരട്ടി വയ്ക്കാമെന്ന് കരുതി ഒരു സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് അത് ഞാൻ പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കുകയാണ് നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചാൽ അത് അവിടെ ഇരുന്ന് വെന്തോളും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിഷയം.